ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാത്രിയിൽ അനന്തന്റെ മോൾക്ക് പനി വരികയാണ്. മഞ്ജു മരുന്ന് കൊടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിൽ മരുന്നില്ല. അനന്തൻ അപ്പൊ തന്നെ കടയിൽ പോയി വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് ആ രാത്രിയിൽ മരുന്ന് വാങ്ങാനായി പോവുകയാണ്. പോകുന്ന വഴി അനന്തന്റെ ബൈക്ക് തട്ടി ഒരു അപകടമുണ്ടാവുകയാണ്. അപകടത്തിൽ ഒരു പെൺകുട്ടിക്ക് പരിക്കുകൾ ഏൽക്കുന്നുണ്ട്. ആ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. പിന്നീട് അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അനന്തനെ. ചുവിന്റെ ഏട്ടനാണ് അനന്തനെന്ന് അറിഞ്ഞുകൊണ്ട് ദിലീപ് ഒരു പണി കൊടുക്കാനായി നോക്കുന്നുണ്ട്. പിന്നീട് പോലീസ് സ്റ്റേഷനിലുള്ള മറ്റൊരു പോലീസ് ആ രാത്രിയിൽ തന്നെ അച്ചുവിനെ വിളിച്ച് അനന്തനെ ഇവിടെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് അച്ചുവും രുക്കും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. ദിലീപിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം എന്തായാലും അനന്തനെ വിട്ടുകിട്ടില്ലെന്ന് ഉറപ്പാവുകയാണ്. പിന്നീട് ആ പോലീസുകാരൻ അച്ചുവിനോട് പറയുന്നുണ്ട്, ഇത് നിങ്ങളോട് പകപോക്കുകയാണ്. നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി പെൺകുട്ടിയെയും ആ കുട്ടിയുടെ അച്ഛനെയും കണ്ട് സംസാരിക്കുക, അയാളൊരു പാവമാണെന്ന് പറയാണ്. പിന്നീട് അച്ചുവും രുക്കുവും കൂടി ഹോസ്പിറ്റലിൽ എത്തുകയാണ്. ഹോസ്പിറ്റലിലെത്തി ആ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം ആ കുട്ടിയുടെ അച്ഛൻ അച്ചുവിനോട് പറയുന്നുണ്ട്, ഒരു 5 ലക്ഷം രൂപ തന്ന് ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറയേ അയാളോട് എന്ന് അച്ചുവിനോട് പറയാണ്. 5 ലക്ഷം എന്ന് കേട്ട് അന്തം വിട്ട് അച്ചു പറയുന്നുണ്ട്, 5 ലക്ഷം രൂപയോ, ഇത് കുറച്ച് അധികമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ് വലുതെന്ന്. വീണ്ടും അച്ചുവും രുക്കുവും കൂടി പോലീസ് സ്റ്റേഷനിൽ ദിലീപിനെ വന്ന് കാണുന്നുണ്ട്. ദിലീപിനോട് എന്നിട്ട് അച്ചു പറയുന്നുണ്ട്, സാർ, ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ആ കുട്ടിയുടെ അച്ഛൻ 5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, ഇത്രയും കൊടുക്കാൻ കഴിയില്ലെന്ന് പറയാണ്. എന്തിനും അപ്പൊ പറയുന്നുണ്ട്, ഇത്ര രൂപ കൊടുക്കാനാണെങ്കിലും കയ്യിൽ ക്യാഷ് വേണമല്ലോ, എന്റെ അടുത്തൊന്നും ഇല്ലെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ദിലീപിനാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്നും അനന്തനെ വിളിച്ചുകൊണ്ട് അച്ചുവും രുക്കുവും വീട്ടിലെത്തുന്നുണ്ട്. ഇവര് വന്നതറിഞ്ഞ് റൂമിൽ നിന്നും അർച്ചനയും അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നീട് അപകടം പറ്റിയതും അനന്തനെ കസ്റ്റഡിയിലെടുത്തതും അവർ 5 ലക്ഷം രൂപയെല്ലാം ചോദിച്ചത് അർച്ചന അറിയാണ്. ബട്ട് വീട്ടിനൊരു തകർച്ചയുണ്ടായതിൽ രുക്കുവിനും വളരെയധികം സന്തോഷമുണ്ട്. പിന്നീട് പിറ്റേ ദിവസം രുക്കുവും അച്ചുവും കൂടി അനന്തനോടും മഞ്ജുവിനോടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് പലിശ കൊടുക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ അറിയാം, അവിടെ 1 ലക്ഷം രൂപയ്ക്ക് മാസം 4000 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു പലിശ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അനന്തനും മഞ്ജുവിനും എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. രുക്കുവിനാണെങ്കിൽ അനന്തന്റെ ആ അവസ്ഥ കണ്ട് വളരെ സന്തോഷാവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.